സ്വന്തം മണ്ണിൽ 9 വർഷത്തിന് ശേഷമാണ് കെ.എൽ. രാഹുൽ ടെസ്റ്റിൽ വീണ്ടും ഒരു സെഞ്ചുറി നേടിയത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത് രാഹുലിന്റെ ഇന്നിംഗ്സാണ്. കൃത്യം പറഞ്ഞാൽ 3211 ദിവസങ്ങൾ. സ്വന്തം മണ്ണിൽ രണ്ടാം ടെസ്റ്റ് സെഞ്ചുറിക്ക് വേണ്ടി ഇത്രയും നീണ്ട ദിവസങ്ങളുടെ കാത്തിരിപ്പുണ്ട് കെ.എൽ. രാഹുലിന്. ഇന്ത്യയുടെ ക്രിക്കറ്റ് പിച്ചിൽ 9 വർഷത്തെ തന്റെ സെഞ്ചുറി വരൾച്ചയാണ് രാഹുൽ മാറ്റിയെഴുതിയത്. ഇടവേളകളുമായി ഇന്ത്യ നിരയിൽ വന്നു പോകുമ്പോഴെല്ലാം വിദേശ മണ്ണിൽ ഇന്ത്യയുടെ പുലിക്കുട്ടിയാണ് കെ.എൽ. രാഹുൽ എന്ന ദക്ഷിണേന്ത്യക്കാരൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ രാഹുലിന്റെ 11ാം സെഞ്ചുറിയാണ് അഹമ്മദാബാദിൽ പിറന്നത്. വൻമതിൽ പോലെ ക്രീസിൽ നിലയുറപ്പിച്ചായിരുന്നു ഇന്ത്യക്ക് വേണ്ടി സ്കോർ ഉയർത്തിയത്. മികച്ച ഫോമിൽ തുടരുന്ന രാഹുൽ ഈ കലണ്ടർ വർഷം മാത്രം നേടിയത് 600-ലധികം റൺസാണ്. അഹമ്മദാബാദിൽ കരീബിയൻ പടയ്ക്കെതിരെ യശസ്വി ജയ്സ്വാളിനൊപ്പം ഓപ്പണറായാണ് രാഹുൽ ഇറങ്ങിയത്. ഒന്നാം ഇന്നിംഗ്സിൽ വിൻഡീസ് നേടിയ 162 റൺസ് പിന്തുടർന്ന് ബാറ്റ് വീശുമ്പോൾ 36 റൺസ് എടുത്ത് ജയ്സ്വാൾ മടങ്ങി. പകരമെത്തിയ സായ് സുദർശൻ 7 റൺസുമായി മടങ്ങി. പിന്നെ രാഹുൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ ചുമലിലേറ്റി. ക്യാപ്റ്റൻ ഗില്ലുമൊത്ത് ആദ്യം വിൻഡീസ് നിരയ്ക്കെതിരെ ഇന്ത്യക്ക് ഇന്നിംഗ്സ് ലീഡ് സമ്മാനിച്ചു. തൊട്ടു പിന്നാലെ ഒരു ക്ലാസിക് സെഞ്ചുറിയും. സ്പോർട്സ് ഡെസ്ക്, കൈരളി ന്യൂസ്.